മലപ്പുറം അരീക്കോട് നവകേരള സദസ്സിൽ യൂട്യൂബറെ ആക്രമിച്ച കേസിൽ 11 ഡിവൈഎഫ്ഐ പ്രവർത്തകർ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഡിവൈഎഫ്ഐ അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റും അരീക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ കെ സാദിൽ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ വി ശ്രീജേഷ്, സിപിഎം ഏരിയ കമ്മിറ്റി മെമ്പർ കെ ജിനേഷ് അടക്കം 11 പ്രതികളാണ് കീഴടങ്ങിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സാജിദ്, ഇപ്പോൾ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്? ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? രേഷ്മ, നവംബർ 30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അരീക്കോട് നടന്ന നവകേരള സദസ്സിൽ ഈ നേരത്തെ വീഡിയോ ഇട്ട് വിവാദം ആവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്ന നിസാർ ബാബു എത്തിയിരുന്നു. ഈ നിസാർ ബാബുവിനെ ഈ നവകേരള സദസ്സ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു. ഇതിൽ പരാതി നൽകാനായി അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ എത്തിയ നിസാർ ബാബുവിനെ വലിയൊരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചു. ഇതിൽ 20 CPM പ്രവർത്തകർക്കെതിരായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ പലരും ഈ ഒളിവിലായിരുന്നു. ഇന്ന് 11 പേരാണ് ഈ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റും അരീക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ കെ സാദിൽ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ വി ശ്രീജേഷ്, CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ കെ ജിനേഷ് അടക്കമുള്ള 11 പേരാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കും.